മോളെ നീ ഇതൊരു റെഡിയായില്ലേ? പോയി ഡ്രസ് മാറ്, നമുക്ക് പോകണ്ടേ? ചുമ്മാ ഈ പാടിൽ കുത്തിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് റെഡിയാവും. അത് ഞാൻ വരുന്നില്ലല്ലോ അപ്പ. I'm going to Dia's house. ആരോട് ചോദിച്ചിട്ട് പോയി റെഡിയാവുന്നേ? ചുമ്മാ കുഞ്ഞു കളിക്കാതെ. Go and check with Amma. She already gave me permission. എന്നിട്ട് അമ്മ എന്ത് ചെയ്യും? സെല്ലേ മോളെ അവളോട് വരുന്നില്ലടി. അവള് ദിയയുടെ വീട്ടിൽ പോവാണ്. അവൾ എന്നോട് പറഞ്ഞായിരുന്നു, എന്തിനാ വെറുതെ അവളെ കൊണ്ടുപോയി വെയിൽ കൊള്ളിക്കുന്നേ, അവളുടെ ഫ്രണ്ട്സ് ആരും വടംവലി കാണാൻ പോകുന്നില്ല, പിന്നെ അവൾക്ക് ദിയയുടെ കൂടെ കളിക്കാനാ ഇഷ്ടമെന്നുണ്ടെങ്കിൽ പോട്ടെന്നേ. വരുന്നില്ലേ? ഞാൻ ഇന്നലെ അത് ചോദിക്കാനായിട്ട് മെറിനെ വിളിച്ചായിരുന്നേ. അന്നേരം സേവച്ചന് ജോലിയാണ്, മെറിൻ ഇന്ന് ഫ്രീയാ, പക്ഷെ സേവച്ചൻ ഇല്ലാത്തതുകൊണ്ട് മെറിൻ വരുന്നില്ല. അപ്പൊ അവളാ ഇന്നലെ പറഞ്ഞത് കൊച്ചിനെ കൂടെ അങ്ങോട്ട് വിട്ടേക്ക്, ദിയയുടെ കൂടെ ഇരുന്ന് കളിച്ചോളുമല്ലോ. എന്നാ പോയി കളിക്കട്ടെ. പുറത്ത് നല്ല വെയിലാന്നാ അറിഞ്ഞത്. പൊട്ടിയിടുമ്പോ 2 ലെയർ കുറച്ചിട്ടാ മതി, അല്ലെങ്കിൽ വേർത്തൊലിച്ച് എല്ലാം കൂടെ ഒഴുകി വടംവലിക്കാർ അതേലും കാണും തെന്നി വീണിട്ടുണ്ടെങ്കിൽ. കഴുത്തൊടിയുന്നിടം വരെ കുടിക്കരുതെന്ന് പറഞ്ഞാ കേക്കത്തില്ല. ആരുടെ എന്തോ ഒടിഞ്ഞു? മനുഷ്യനൊന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സമ്മതിക്കുമല്ലോ. അതിന് നിന്റെ അനുവാദം മേടിക്കണോ? ഞാൻ ചുമ്മാ പറഞ്ഞത്. വല്ലാത്ത തലവേദന, എന്തൊരു വെയിലായിരുന്നു. ആ കൊച്ചിനെ കൊണ്ടുപോകാൻ ഏതായാലും നന്നായി. നല്ല തണുത്ത വിയറിന്റെ സഹായമുള്ളതുകൊണ്ട് വെയിൽ എനിക്ക് അങ്ങോട്ട് ഏറ്റില്ല. നാളെ നൈറ്റ് ഷിഫ്റ്റ് കൂടെ തലവേദന ഒന്ന് മാറിയാൽ മതിയായിരുന്നു. ഒരു അഡ്മിൽ എടുത്ത് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക്, കൂടുതൽ ബിൽഡപ്പ് കൊടുക്കാതെ. അല്ലെങ്കിൽ അവനവന്റെ വേദന വേറെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിലാവില്ല. കഴിക്കാൻ തന്നെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടോ? ഫ്രിഡ്ജിനകത്തൊന്നും ഇരിപ്പില്ല, എനിക്കിനി ഒന്നും ഉണ്ടാക്കാനും വയ്യ. മോളോട് എന്താ വേണ്ടെന്ന് ചോദിച്ചേച്ച് സ്കിപ്പോ ഊബറോ എന്താന്ന് വെച്ചോ. എന്റെ പൊന്നു മോളെ, ആ ഐപ്പാടൊന്ന് മാറ്റി വെക്കാവോ? നിനക്കെന്നാ കഴിക്കാൻ വേണ്ടേ? Pizza. ഇതെന്തൊരു വെടിയും പുകയാ ബോബി, ആ സൗണ്ടെങ്കിലും ഒന്ന് കുറയ്ക്കുക. എന്താടി മോതൊരു വാട്ടം? തലവേന മാറിയില്ലേ? ഇല്ലെന്നേ, ഇന്നലെ ഇന്നുമായിട്ട് എത്ര ടൈലിനോളം എടുത്താന്നറിയാം. പോയിരിക്കാൻ പറ്റുമല്ലോ, ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏതായാലും ഇറങ്ങും. പോയിട്ട് വന്നേ. പിന്നെ ഇന്ന് രാവിലത്തേതും ഉച്ചക്കത്തെയും പാത്രങ്ങളെല്ലാം കഴുകാൻ കിടപ്പുണ്ട്, ഒന്ന് കഴുകണേ, കഴുകി വെച്ചേക്കണേ. ഞാൻ ഏറ്റന്ന് ധൈര്യമായിട്ട് പോയിട്ട് വാ. പിന്നെ ഞാൻ കണ്ടു 2 ദിവസമായി കേട്ടോ, ഇന്നും ഇങ്ങനെ കുടിച്ചേച്ച് കിടന്ന് ഉറങ്ങി പോകരുത്. പാത്രം കഴിയില്ലെങ്കിൽ നാളെ രാവിലെ വന്നാൽ എനിക്ക് അടുക്കളയോട് കയറാൻ പറ്റത്തില്ല. ഞാൻ ഏറ്റന്ന് ധൈര്യമായിട്ട് പോകും. ഓക്കെ.
ബോബി സമയം എത്രയാന്നറിയാ? മണി 8 കൊച്ചെന്തിയേ? ഉറങ്ങണ്ട. അവളെ സ്കൂളിൽ വിടണ്ടേ? അല്ല ഞാൻ പറഞ്ഞിട്ട് പോയതല്ലേ. അടുക്കള കിടക്കുന്ന ഒന്ന് കാണണം. ദൈവമേ. ചെയ്തോളാം. ഞാൻ സോറി. കേട്ടോ തന്നെ, അയ്യോ ഇല വീട് തുടങ്ങിയില്ല. അതിന് പിന്നെ മഞ്ഞ് പൊഴിച്ചിട്ട് തുടങ്ങി. എന്നാ കഴിക്കാൻ? നിങ്ങൾ കൊച്ചിന് വല്ല വാങ്ങിച്ചു കൊടുത്തായിരുന്നോ? അവർക്ക് റാപ്പ് ഒഴിച്ചു കൊടുത്തല്ലോ. അവർക്ക് അത് മതി എന്ന് പറഞ്ഞു. നമുക്കെന്നാ കഴിക്കാനുള്ള? ഞാൻ ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പഞ്ചസാരയേ ഉള്ളൂ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണേ. പഞ്ചസാര നിന്ന് കഴിഞ്ഞാൽ ബോബി എനിക്ക് വയ്യാനിട്ടാ. എനിക്കറിയാം ബോബിക്ക് ചമ്മന്തി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് വയ്യ ഉണ്ടാക്കാൻ. ഞാൻ ചമ്മന്തി അരക്കാം. കൊച്ചു അക്കാട് കപ്പാട് പടാന്ന് സാധനം കഴിഞ്ഞ് ഞാനിപ്പോ ഞാനിപ്പോ തേങ്ങ അരച്ചു. ഒരു മിനിറ്റ്. അയ്യോ ഓഫീസിൽ നിന്ന് ഒരു മിനിറ്റ്. ഹായ്. ഓക്കെ. ഉള്ളി. ബോബി ഞാൻ ദോശയും ചമ്മന്തിയും കാപ്പി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. എന്നെ ഇനി ശല്യം ചെയ്യരുത് കേട്ടോ. 2 ദിവസമായിട്ട് ഇത്ര നില തലവേദന. എനിക്കൊന്നത് മാറണം. എന്താ ബോബി ഇത്? എനിക്ക് വയ്യാന്നറിയില്ലേ. ഇന്ന് ജോലിക്ക് പോകേണ്ടതാ. പ്ലീസ് ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. എത്ര നേരമായി കിടന്നുറങ്ങുന്നു? മണി 2 ഇങ്ങോട്ട് വന്നേ. എന്റെ ബോബി ഇത് എനിക്ക് വയ്യാന്നറിയില്ലേ. എനിക്ക് ഇന്ന് നൈറ്റിന് പോകേണ്ടതാ. നട്ടുച്ച നേരത്തെ കൊള്ള കുടിച്ചു വന്നിരിക്കും. ഞാൻ ഒന്ന് ഉറങ്ങിക്കോട്ടെ. ഞാൻ പിന്നെ ആരുടെ പോണോടി? നിങ്ങൾക്ക് വഴക്കൊട്ടക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണോ ബോബി? നിങ്ങൾക്ക് തോന്നുമ്പോ എനിക്ക് മനസ്സില്ല. കിടന്ന് മെനക്കെടാവുന്നില്ല. ഒന്ന് എണ്ണീറ്റ് പോകാമോ? രണ്ടു ദിവസം ആയാലോടി നിന്റെ കൊണച്ച തലവേദന അഭിനയം. മതി ഉറങ്ങി സൂചിച്ചേക്കോട്ടോ.
വന്നല്ലോ. 911, what's your emergency? Good afternoon, sir. How are you? We got an emergency call from this number. That's what we are here for. 649-353-3839. Is that your number? No, that's my wife number. Celine Bobby, is that her name? Is she here as well? Yes. Okay, with your permission, can we come inside to make sure everyone is safe and secure? Okay. Open the door, boys here. Open the door, ma'am. We're here to help you. Please step out. Identify yourself. Please tell me your first and last name. Celine Bobby. Did you call 911 for help? Yes, I did, but Why did you call? What happened? Explain me everything. Is she okay? She has bruise on the neck and face. Looks like domestic violence. Okay. Follow the procedure. Take her for medical checkup. Okay, I will.
be ready for the medical examination. If you want to change the dress, it's okay. I'll wait outside. It's a clear case of domestic violence. We already got a statement from his wife. Okay. Unit 314 for reporting. The suspect is being detained. Sir, you're under arrest. Turn around. You have the right to remain silent. Anything you say can and will be used against you in a court of law. My daughter is in school. I need to pick her. It's okay. It's just a medical procedure. If we are going to be late, we'll take care of it. Move on. ഇച്ചിരി കൂടെ മുറിയാറുണ്ട്. ഒരു ദേശം കുറവാ. വേണ എടുത്ത് മൂഞ്ചാ. അല്ല പിന്നെ ഒരു കാര്യം ചെയ്യും, നീ ഇങ്ങോട്ട് വന്നിട്ട് ഉണ്ടാക്കും. ഈ കള്ളടിക്കാൻ വരുമ്പോ എനിക്ക് വെള്ളം ഒഴിവാക്കി വരാൻ മതി. എടാവേ, അതിനും വേണം ഒരു യോഗ്യത. വെള്ളരിപ്രാവിന്റെ പോലത്തെ ശുദ്ധ മനസ്സാ എനിക്ക്. അതിന്റെ തെളിവായി ഈ വെള്ള. എടാ, മറ്റേ നമ്മുടെ ബോബിയുടെ കാര്യം എന്തായി? അധികം പുറത്തിറങ്ങിയോടാ? എടാ, അവന് ജയിലിലൊന്നും ഇട്ടില്ലെന്നേ. പെമ്പറത്ത് പിറ്റേ ദിവസം $20,000 എടുത്ത് അവരെ പുറത്തിറക്കി. ഇപ്പൊ എല്ലാം ഓക്കെയാ. എന്നാലും സംഭവം ഷോയായി പോയി. ഈ പുള്ളിക്കാരത്തേക്ക് പരാതി ഇല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ പോലീസ് കേസ് എടുക്കുന്നത് ഇതെന്നാന്നറിയോ? ഇവിടുത്തെ ഒരു ഇടപാട് വെച്ചിട്ടുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് ഒരു കേസ് ഫയൽ ചെയ്താറുണ്ടല്ലോ. പിന്നെ എല്ലാം പോലീസിന്റെ കയ്യിലാണ്. അതിപ്പം കെട്ടിയോളാണേലും ശരി, പിള്ളേരാണേലും ശരി, ചെന്ന് തിരിച്ചു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ എന്നാ അറിഞ്ഞിട്ടാ ഈ പറയുന്നേ? ശരിക്കും എന്നാ സംഭവിച്ചെന്ന് അറിയാവോ? എടാ, നിനക്ക് എന്നാ പറയാന്നാ പറയണേ? എടാ, സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെലിൻ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തേക്ക് അവരുടെ സ്ട്രീറ്റിൽ തന്നെ ഒരുത്തനുമായിട്ട് എന്തോ ഒരു ഇടപാട്, മറ്റേ ഇടപാട് അവിഹിതം ഉണ്ടായിരുന്നാ കേട്ടാ. ചുമ്മാ എടാ, എന്തോ ഉള്ളതേ പറയുള്ളൂ. ഈ പുള്ളിക്കാരി ആ ബോബിനെ എങ്ങനെ ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താ ഇവൻ രണ്ടെണ്ണം അടിച്ച ചങ്ങ കേറിച്ചില്ല. അല്ലേലും ഇപ്പം എന്തേലും ഒരു ഇംഗിതം തോന്നി കഴിയുമ്പോഴത്തേനും അവനെ സ്വന്തം ഭാര്യയുടെ അടുത്തേക്കല്ല വേറെ അങ്ങോട്ടും ചെല്ലാൻ പറ്റൂ. പുള്ളിക്കാരത്തി എന്നാ ചെയ്ത് അത് നല്ല ഒന്നാന്തരായിട്ട് അങ്ങ് ഉപയോഗിച്ചു. പിന്നെ എന്നാ തല്ലായി, വഴക്കായി. ബോബി രണ്ടെണ്ണം അങ്ങ് പൊട്ടിക്കുകയും ചെയ്തു. അവള് ചാട്ടി കയറിയതേ 911 വിളിച്ചു. പോലീസ് 10 മിനിറ്റ് കൊണ്ട് പാഞ്ഞിങ്ങി എത്തി. പിന്നെ അറിയാലോ, ഈ കാണാവുന്ന നാട്ടുകാരുടെ മുഴുവൻ മുമ്പിൽ കൂടെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ഇനി അവൻ ഇവളുടെ കൂടത്തിൽ പൊറുതിക്ക് വരുമോ? പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്ന അവക്കറിയാൻ മേലെ ഇവിടുത്തെ പോലീസും റൂളും കാര്യങ്ങളും ഒക്കെ. എന്നിട്ടും അവൾ ഇതിനകത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ശകലം ഇല്ലാതെ തോന്നുന്നുണ്ടോ? ഇനി കണ്ടു, ഒരൊറ്റ വർഷം കഴിഞ്ഞ് കഴിയുമ്പോ അവള് മറ്റവനുമായിട്ട് പൊറുതി തുടങ്ങും. അതൊക്കെ ഞാൻ ആയിരിക്കണം അവളുമാര് വിവരം അറിഞ്ഞാനെ. ആ സുഷമോ, ഇല്ലേ, ഞങ്ങൾ ചുമ്മാ പണിക്കാരൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു. അയ്യോ,
ഓ ഞാനൊരു പേര് തികച്ചു കഴിച്ചില്ല. ഇച്ചിരി ബിരിയാണി അങ്ങ് വാങ്ങിച്ചിട്ട് ഓടി അങ്ങ് വരുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്നാ പറഞ്ഞു തന്നെ? നീ ഒരു കോപ്പം പണയണ്ട. അതന്നെടാ അത്. അപ്പൊ ഞാൻ ചുമ്മാ തള്ളുവാന്നാണോ? ഈ എൽദോ പുന്നിസൈ കുടുംബത്തിൽ പറഞ്ഞവനാ, ഞാൻ ഉള്ളതേ പറയുള്ളൂ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടി വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മദ്യത്തിന്റെ കൂടെ ടച്ചിങ്സ് പോലെ ഉള്ളൂ. അവരുടെ ജീവിതത്തിൽ എന്നാ സംഭവിച്ചതെന്ന് അനുഭവിച്ച് അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇതൊക്കെ എങ്ങനെ വേണമെന്ന് അവനവന്റെ ജീവിതത്തിൽ അനുഭവം വരുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഒന്നാലോചിച്ച നീ മോള് അല്ലാതെ എന്നെ തേടി വരാൻ ആരടിയുള്ളത്? ഇറങ്ങുമ്പോ നീ ഇവിടെ കാണണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. മോളെവിടെ? മോളെ കൊണ്ടുവന്നില്ല, മെറിന്റെ അടുത്താക്കിട്ടാ വന്നത്. ബോബി എന്നെ കാണുമ്പോ എങ്ങനെ റിയാക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ. നീ ആ കീ ഇങ്ങനെ കുറെ നാളായി വണ്ടി ഓടിച്ചിട്ട് പോയപ്പുറത്ത്. ബോബി പോയതിനു ശേഷമുള്ള 5-6 മാസക്കാലം ഒരുപാട് അനുഭവിച്ചു. കുറ്റപ്പെടുത്തലുകളായിരുന്നു എല്ലാരും, അപ്പനും അമ്മയും അടക്കം. ശാപവാക്കുകളായിരുന്നു ബോബിയുടെ വീട്ടിൽ നിന്ന്. പിന്നെ സമൂഹത്തിന് മുമ്പില് മോശക്കാരി എന്ന പേര്. ഒത്തിരി കരഞ്ഞു. പിന്നെ ഒരുതരം മരവിപ്പായിരുന്നു. പിന്നെ അവളുടെ മുഖ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. സേവിയും മെറിനും കൂടപ്പിറപ്പുകളെ പോലെ കൂടെ നിന്നു. സേവി എന്നെ ഒന്ന് കാണാറുണ്ടായിരുന്നു. അവനെല്ലാം എന്നോട് പറയുമായിരുന്നു. ആദ്യമൊക്കെ സേവിച്ചം വരുമ്പോ നിന്റെ കാര്യം പറയാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷെ കേൾക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. എന്തോ അടങ്ങാത്തൊരു പകയായിരുന്നു എന്നോട്. പിന്നീട് എപ്പോഴോ ഞാൻ അറിയാതെ കാലം എന്നെ തിരുത്തി. അല്ലേ, ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ എന്നെ മാറ്റി. എല്ലാം മറക്കാൻ ശ്രമിക്കുക. ഇതെന്റെ ഒരു പുതിയ ജന്മമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ബോബിയെ ഒന്ന് വന്ന് കാണാൻ മനസ്സിലെ കുറ്റബോധം സമ്മതിച്ചില്ല. ആ നശിച്ച നേരത്തെ വാശി. മനസ്സാ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. എല്ലാം കഴിഞ്ഞു പോയതല്ലേ, ഒന്ന് ഓർത്തെടുക്കും. Your mom is here with your dad. Where are you?
പോയതിനു ശേഷം നിങ്ങളെ ഞാൻ കാണുന്നത് സംസാരിക്കുന്നത് ഇപ്പോഴാണ്. ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്കൊരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. ആരൊക്കെ എന്തൊക്കെ ന്യായീകരിച്ചാലും നിങ്ങൾ ഇവളോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റ് തന്നെ. നീ ചുമ്മാ ആവശ്യമില്ലാതെ. ശരി, ചുമ്മാതിരി. ഒരു നോ പറഞ്ഞതിന് ഷീ ഡോണ്ട് ഡിസേർവ് ദിസ് മച്ച് പെയിൻ, ബോബി. ഞാൻ ചെയ്തതിൽ വലിയ തെറ്റൊന്നും കുറച്ചു കാലം മുമ്പ് വരെ എനിക്കൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം ഇനി ഉണ്ടാകില്ലെന്ന് തന്നെയാണ് കരുതി. പക്ഷെ എവിടെയോ ഞാനറിയാതെ ദൈവം എനിക്കൊരു തിരിച്ചറിവ് തന്നു. പിന്നെ ചിന്തിക്കുമ്പോൾ ഒന്നും ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, സംഭവിച്ചു പോയി. ബോബി, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിലുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞതേ. മതി, നമുക്ക് ഇവിടെ വെച്ച് സംസാരം നിർത്താം. കഴിഞ്ഞത് കഴിഞ്ഞു. ഇത് ആർക്കും സംഭവിച്ചേക്കാവുന്ന ഈ കാര്യം നിങ്ങളുടെ മനസ്സിന്റെ കോണിൽ നിങ്ങൾ തന്നെ ഒതുക്കി നിർത്തുക. ഒരു ഓർമ്മപ്പെടുത്തലായിട്ടോ ഒരു കരുതലായിട്ടോ. മോളെ വിളിച്ചു. അല്ലെങ്കിൽ ഇവിടെ തങ്ങുന്നോ? അയ്യോ ഇല്ലടാ, എന്താണേലും പോണം. ബോബി പോയ പിന്നെ ഇവിടോട്ടാരും കയറാറൊന്നും ഇല്ല. പിന്നെ ഞാനിടയ്ക്ക് വന്ന് തൂത്തുടച്ചിടും. അതെ, ഒരു 376 അകത്താക്കേണ്ടത് അവനെയാ. സംഭവം ബലാത്സംഗ. ഒരു സ്ത്രീ വേണ്ടാന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേണ്ടാന്ന് തന്നെ. മനസ്സിലായോ? തനിക്ക് കൺസെന്റ് എന്താണെന്ന് അറിയോ? കൺസെന്റ് എന്താണെന്ന് അറിയോന്ന്? ഒന്നാലോചിച്ച് നോക്കിയാ ഈ കൺസെന്റ് ചോദിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ഈ ആണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള അല്ലേ?